ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ട ഗൈസ്, വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾ അറിയേണ്ട ഒരു സത്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, അനീഷിൻ്റെ കണ്ണീരിൻ്റെ വില ഇപ്പോൾ നമുക്ക് പുറത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഈ കള്ളന്മാരുടെ വിചാരം, കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വിചാരം നമ്മൾ ആരും പിടിക്കൂല, അതുകൊണ്ട് ഇതിങ്ങനെ തുടരാമെന്നുള്ളതായിരിക്കും. പക്ഷേ അവർ അറിയുന്നില്ല, ഏതെങ്കിലും ഒരു കാലം ആ ഒരു സത്യം പുറത്ത് വരുന്നുള്ളത് അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഇനി എന്ത് കള്ളത്തരങ്ങൾ കാണിച്ചാലും നമ്മളെ ഭാഗത്ത് സത്യമുള്ളിടത്തോളം കാലം കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുടെ കള്ളത്തരം നമുക്കത് അള്ളാഹു കാണിച്ചിരും, ദൈവം കാണിച്ചു തരും. അപ്പോൾ ഈ ഒട്ടപ്പക്ഷി തല മണ്ണിനടിയിൽ പുഴുത്തി വെച്ചിട്ട് ഒട്ടപ്പക്ഷി വിചാരിക്കുന്ന എന്നെ ആർക്കും കാണാൻ പറ്റൂല എന്നുള്ളതല്ലേ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ അനു ചെയ്തിട്ടുള്ളത്. അനു PR വർക്കേഴ്സിനെ ക്യാഷ് കൊടുത്ത് വോട്ടും കമൻസും പിടിച്ചിട്ട് ആണ് ഇപ്പോൾ പിന്നെ ഏഷ്യാനെറ്റിൽ വിന്നറായാൽ പൂർണ്ണമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നത്. അതുകൊണ്ട് ഇത് ഞാൻ നാലാളിലേക്ക് എത്തിക്കും. പിന്നെ ഇത് ഞാൻ എന്തിനു പബ്ലിഷ് ചെയ്യുന്നു? ഇനി സീസൺ 8 വരാണ്ട് 9 വരാണ്ട് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, അനുമോൾ വിജയിച്ചത് PR കൊണ്ടെന്ന് അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. എനിക്ക് ആ ഫ്രണ്ട് അയച്ചു തന്ന ലിസ്റ്റ്, അതായത് വിനു ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റാണ്. ഓക്കെ, മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ച് തരാം. ഹോസ്പിറ്റലിലേക്ക് 38,500 രൂപയാണ് വിനുവിന്റെ ലിസ്റ്റിൽ. എന്താണ് ഹോസ്പിറ്റൽ? എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി ഇവന്മാരെന്ത് ചെയ്തു? വോട്ട് പിടിച്ചു. ഇപ്പോൾ രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് 2-3 പയ്യന്മാരാണ് വെച്ച് പോകുന്നത്. അവരുടെ സാലറി, അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ്. എന്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. OTP കൊടുത്ത് അവിടെയുള്ള ആരെങ്കിലും സാധാരണക്കാർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു പ്രാവശ്യം ഫോൺ തരോ, ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു. അതിന് ചെയ്യുമാർക്കുള്ള പൈസ അതിനാണ് വിനു 38,500 ഇട്ടത്. ഓക്കെ, പിന്നീട് വരുന്നത് കമന്റിനാണ്. 1,28,000 രൂപ. കമന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോൾ വിനു എന്ത് ചെയ്യും? വിനുൻ്റെതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കും. അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം. അപ്പോൾ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം, അനു എന്നൊക്കെ പറഞ്ഞു. അതാണ് വിനുന്റെ മാസ്റ്റർ മൈൻഡ്. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, മൂന്നാമതായി റീചാർജ്. എത്ര? 15,650 വിനു പറയുന്ന റീചാർജിന്റെ ചെലവ്. അതായത് ഇപ്പോൾ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ, അപ്പോൾ അവരുടെ സിം എന്ത് ചെയ്യും? ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല. അപ്പോൾ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് പിടിച്ചത്. ഓക്കെ, അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് അതിനുശേഷം രാജ് ടാൾസിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുത്തത്. അതിനുശേഷം വരുന്നത് അതുൽ 50,000 രൂപയാണ്. അതുൽ വ്ളോഗ്സിലെ ചങ്ങായിക്ക് 50,000 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ചാനൽ, പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചെറിയ ചാനൽ, യുവമാർക്ക് മൊത്തത്തിലായി 2,50,000 രൂപയാണ് ഈ പറയുന്ന വിനുവിന്റെ കണക്ക്. ഓക്കെ, അതിനുശേഷം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹിന്ദി അതായത് ഈ വോട്ട് മറിച്ചിട്ടുണ്ട്. തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത്. അതിന് 3 ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത്. അതിനുശേഷം വിനുവിന്റെ സ്റ്റാഫിനുമായിട്ട് 4 ലക്ഷം രൂപയാണ് വിനുവിന്റെ കണക്ക്. മൊത്തത്തിൽ 16,82,150 രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിലുള്ളത്. സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടി ലിസ്റ്റ് കണ്ടിട്ട്. അനുമോൾ വിനുവിനോട് ചോദിച്ചു, ഇത്ര ചെലവ് നീ എന്തിനു ചെയ്തു? വിനു ആ സമയത്ത് പറയുകയാണ്, ഇല്ലെങ്കിൽ നീ പുറത്താവുമായിരുന്നു. അതായത് അനുമോളുടെ കുടുംബം വിനുവിനോട് പറയുകയാണ്, എങ്ങനെ കപ്പൊന്ന് കിട്ടിയാൽ മതി, എത്ര ചെലവായാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് വിനുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് വിനു പണിയെടുത്തു. പിന്നെ ഒരു കാര്യം പറയുകയാണ്, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അനുമോളെ പൊക്കെയാണ് റീൽ വരുന്നത്. ഇതേ പറയുന്ന സമ്മർ മീഡിയ കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്നത്. സമ്മർ മീഡിയ എല്ലാ അപ്ഡേറ്റ് വരുന്നുണ്ട്. സീസൺ 4 വരെ അദ്ദേഹം ജെന്യൂൻ ആയിട്ട്, അദ്ദേഹം സീസൺ 4-5 വരെ അദ്ദേഹം ഓക്കെ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാതെ ക്ലിയർ ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കുടുംബ പ്രേക്ഷകരെ കിട്ടി. അപ്പോൾ എല്ലാ കുടുംബ പ്രേക്ഷകരും കാണുന്ന ഒരു ചാനലാണ് ഈ സമ്മർ മീഡിയ. ആ സമ്മർ മീഡിയയിൽ പൊക്കി പറയുന്നത് അനുമോളെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അനുമോൾ കളി കൊണ്ടുവരുന്നത് 2 കാരണം കൂടി നിങ്ങൾ അനുമോളെ ഇഷ്ടപ്പെടാനുള്ള, അതായത് വിനു കളിച്ച 2 കാരണം ഞാൻ പറയാം. ഇപ്പോൾ അപ്പാനി ശരത്ത് പുറത്തു പോകുന്ന സമയത്ത് ബിൻസി കിസ് അടിച്ചു. ഓക്കെ, അത് എന്ത് ചെയ്തു? ഈ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബർമാരും വലിയ വിവാദമാക്കി. ഒരാഴ്ചയാണ് ഈ പറയുന്ന അപ്പാനി ഏറിൽ പോയത്. നേരെ മറിച്ച് ഈ പറയുന്ന അഭിലാഷ് പുറത്ത് വരുമ്പോൾ ഈ പറയുന്ന അനുമോൾ കിസ് അടിച്ച് അതെന്തെങ്കിലും ഒരു ഇതായോ? ഒരു പ്രശ്നമായിട്ടില്ല, അത് പോസിറ്റീവായാണ്. നോക്കൂ അനുമോളുടെ സ്നേഹം. മറ്റേത് ഇങ്ങനെയല്ല. എന്താണ് അപ്പാനി ശരത്ത് കാണിക്കുന്നത്? ഒരു ഭാര്യയെ വെച്ചാണ് കിസ് അടിക്കുന്നത്. അങ്ങനെയാണ് വിനുവിന്റെ കളി. പിന്നീട് ഏറ്റവും അവസാനം വിനു കളിച്ചത്, അതായത് നൂറയെ വെച്ചാണ് വിനു വോട്ട് പിടിച്ചത്. പ്രേക്ഷകരെ, അതായത് ടിഷ്യൂ കൊണ്ടുപോകുന്ന എന്ന കള്ള വാർത്തയാണ് അത് അടിപൊളി. മൊത്തം കള്ളന്മാര്. കൊള്ളാം, സെറ്റപ്പ്. ഞാൻ ആദ്യമേ പറഞ്ഞ ഈ വിനോദൊക്കെ ഇന്റർനാഷണൽ ഫ്രോഡാണ് അമ്മാരെ ടീം എന്ന് വെച്ചാൽ ഇവന്മാര്, ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റേറ്റ് വിട്ടുള്ള കളികളുടെ വോട്ടുകളെല്ലാം മറിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിൽ നിന്നും ഈ ഷോ പോലും കാണാത്ത ആൾക്കാരുടെ വോട്ടാണ് ഹോസ്പിറ്റലിൽ പോലും കയറിയിട്ട് വോട്ട് തേണ്ടിയിരിക്കുന്നത്. ആലോചിക്ക്, അതിന്റെ കണക്കാണ് ഈ പുള്ളിക്കാരൻ ആരും അയച്ചു കൊടുത്തിരിക്കുന്നത്. ഈ എത്ര അതപ്പതിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഒരു കയറ് തരാൻ തോന്നും കേട്ടാ. കുണുമോളും ഈ ബിനു വിജയെല്ലാം കൂടെ എന്തിനാണ്? ഏഷ്യനെറ്റ് നിങ്ങൾ ബിഗ് ബോസ് ഷോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇത് നോക്കുക. ഇമ്മ ഒരു കള്ളത്തരങ്ങളാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. പശുവത്ത് മോരില്ല പുളി എന്ന് പറഞ്ഞോണം 7 ദിവസമായി. പക്ഷേ ഇത് മൊത്തം കള്ളത്തരമാണെന്ന് മനസ്സിലാവണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ
എത്ര പേരിലേക്ക് എത്തിക്കുക അത്രയും പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ എത്തിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക്. അദ്ദേഹത്തിന്റെ വീഡിയോ എത്രമാത്രം റീച്ച് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അത്ര റീച്ച് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ മാക്സിമം ഒന്ന് ഉഷാറാകണം. ഈ കള്ളന്മാരുടെ എല്ലാം കള്ളത്തരങ്ങൾ, ഈ കുടുംബങ്ങളെല്ലാം ഈ കപ്പ കൊണ്ട് ആസ്വദിച്ച് നടക്കുമല്ലേ അവളമാരെല്ലാം കള്ളത്തരങ്ങൾ. ഇപ്പം തന്നെ നാട്ടുകാർക്ക് അറിയാൻ ഫേക്ക് പരിപാടിയിലാണ് ജയിച്ചിരിക്കുന്നത്. അല്ലാതെ ജെന്യൂൻ ആയിട്ടൊന്നും ഒരാളും ഇവർക്കൊന്നും വോട്ടൊന്നും ചെയ്യില്ല, അത് ഉറപ്പല്ലേ 100%. കുറേ സീരിയൽ അമ്മച്ചിമാർ വീട്ടിൽ ചിലപ്പോൾ പെൻഷനൊക്കെ മേടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ചില അമ്മച്ചിമാർ മാത്രം കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുറേ പാവാട വള്ളികൾ കോമാളി ഫാൻസ് ഉണ്ട്, വാണങ്ങൾ, അവന്മാരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഒരു മനുഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലും സപ്പോർട്ട്. എന്നിട്ട് ഇപ്പോൾ ഓരോന്നൊക്കെ തള്ളി മറിക്കുവാണ്. അങ്ങനെ എങ്ങനെ മറ്റേ സിനിമയിൽ അവനേക്ക് പോകുന്ന തേങ്ങ തള്ളി മറിക്കുകയാണ്. ഇവിടെയൊക്കെ സിനിമ ആരെങ്കിലും കണ്ടെന്ന് പറയാം. ഇവിടെ ഓഞ്ഞ ഫേസിൽ മുളഞ്ഞ പിന്നെ കാണാൻ ആര് വരുമെന്ന ഇപ്പൊ തന്നെ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചിട്ടിരിക്കുക. സിനിമ 8 നില പൊട്ടത്തേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ വിലയും കൂടെ പോകും. അതെനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും പാട്ട് പറ അഭിനയിക്കുക കളയും. പക്ഷേ ഇത് അവളെ ജീവിതത്തിലെ വലിയൊരു കന്നന്തിരിവാണ് ചെയ്തിരിക്കുന്നത്, അതും ഒരു സാധു മനുഷ്യൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഇവൾക്ക് കപ്പ് മേടിച്ചിട്ട് ഇവൾക്ക് കുറച്ചെങ്കിലും ഒരു മനക്കുത്തുള്ളതാണ് ഇത്രയും ദിവസമായി. അല്ലെങ്കിൽ ഇവൾക്ക് പറയാം ഈ കപ്പ് ശരിക്കും ഞാൻ ഇതിന് അർഹയല്ല, എനിക്ക് ഒട്ടും ഡിസ്റ്റർബ്ഡ് അല്ല, ഇത് അനീഷിന് കിട്ടേണ്ടതാണ്, അത് ഏഷ്യനെറ്റ് എനിക്കറിയില്ല, അവർ തന്നു ഞാൻ വാങ്ങിച്ചു, ഇത് അനീഷിനേട്ടന് കിട്ടേണ്ടതാണ് എന്ന് ഒരു വാക്കുകൾ പറഞ്ഞ ഇല്ല. ഞാനിത് അധ്വാനിച്ച് മേടിച്ച്, ഞാനിത് കളിച്ച് മേടിച്ച് തള്ളി മാറിക്കുവാണ് അവള്. ഇതുപോലുള്ള ഒരു മണ്ട ശിരോമണിക്ക്, ഒരു മന്ദബുദ്ധിക്ക് കപ്പെടുത്ത് കൊടുത്താൽ ലാലേട്ടനും ഏഷ്യനെറ്റിനും ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ആ മനുഷ്യനോട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ റോയ് സാർ ഒരു 10 lakhs കൊടുത്തിട്ടുണ്ട്. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ആ മനുഷ്യൻ എന്തെങ്കിലും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിവേ ഇത് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക, നിങ്ങൾ തള്ളി കളയരുത്, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ബിനു വിജയുടെ ടീംസിൻ്റെ ഈ കുടുംബങ്ങളുടെ എല്ലാം കള്ളത്തരങ്ങൾ നാട്ടുകാരും കൂടെ അറിയട്ടെ. ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ്. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പിന് ഏഷ്യാനെറ്റ് കൂട്ടുനിന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ് ഗൈസ്. നമ്മുടെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, എന്താ പറയുക, അനീഷിൻ്റെ കൈ പൊക്കുന്നുള്ളതായിരുന്നു മോഹൻലാൽ. പക്ഷെ അതുണ്ടായില്ല. നെക്സ്റ്റ് സീസണും ഇതുപോലെ ആവാതിരിക്കാനാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.